നിജപതി ഗംഗാധര റാവുവിൻ്റെ മരണശേഷം ദത്തുപുത്രനായ ദാമോദർ റാവുവും വീരമഹാറാണി മണികർണികയും ഝാൻസിയിൽ ഒറ്റപ്പെട്ടു. അനന്തരാവകാശികളില്ലാത്ത ഝാൻസി രാജ്യം ഇനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരിക്കും. ഝാൻസി രാജ്യം ഇനി ബ്രിട്ടീഷുകാരുടേതാണെന്നോ? റാണിയായി ഞാൻ ജീവിച്ചിരിക്കെ ആ മോഹം നടക്കുകയില്ല. ഝാൻസിയെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. നമുക്ക് ബ്രിട്ടീഷുകാരെ തുരത്തണം. ഭാരത മണ്ണിൽ നിന്ന് അവരെ വേരോടെ പിഴുതെറിയണം. എന്ത്? കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കി യുദ്ധത്തിന് പോകണമെന്നോ? ഇവനെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. ദത്തുപുത്രനോ? ഇവനോ? എന്റെ മകൻ. യുദ്ധമുഖത്ത് ഇവൻ എന്നെ അനുഗമിക്കും. ഒരു ജനത ബ്രിട്ടീഷുകാരെ തുരത്താനായി ജീവനും ജീവിതവും ബലിയർപ്പിക്കുന്നതിന് ഇവൻ നേർസാക്ഷിയാകും. ലോകത്തിന്റെ നെറുകയിലെത്തേണ്ടവനാണിവൻ, ഝാൻസിയുടെ ഭാവി ഭരണാധിപൻ. ആരവിടെ? സൈന്യത്തെ ഒരുക്കുക, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുക, ആനകളും കുതിരകളും ഇറങ്ങട്ടെ. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഭാരത മണ്ണിനായി. നീ വ്രണപ്പെടുത്തിയത് ലക്ഷ്മിയെ മാത്രം. നീ വധിക്കുന്നതും ലക്ഷ്മിയെ മാത്രം. ഝാൻസി മരിക്കുന്നില്ല. ഈ മണ്ണ് നശിക്കുന്നില്ല. ഭാരതം പരാജയപ്പെടുന്നില്ല. വന്ദേ ഭാരതമാതരം. ഭാരത സ്ത്രീയുടെ ആത്മാവ് അവളിലൂടെ നവയുഗത്തെ അറിഞ്ഞു. ഝാൻസിയുടെ പോരാളി ഒരുപക്ഷെ ഭാരതാംബയുടെ പ്രതിരൂപമായിരിക്കാം. റാണി ലക്ഷ്മിഭായ് എന്ന മണികർണിക ഇനി നമ്മളിലൂടെ ജീവിക്കട്ടെ.